ജിലുമോളെ ചുമ്മാ കാണാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. കൈരളി ടിവിയുടെ ജ്വാല അവാർഡ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. വേദിയിൽ പുരസ്കാര ജേതാവായ ജിലുമോൾക്ക് നർമ്മം നിറഞ്ഞ മറുപടി നൽകുന്ന മമ്മൂട്ടിയുടെ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. അവാർഡ് ജേതാവായി തന്നെ മമ്മൂട്ടി മുൻപ് കണ്ടിട്ട് പോലും ഉണ്ടാകില്ല എന്ന് കൂട്ടുകാർ പറഞ്ഞ കാര്യം ജിലുമോൾ അവാർഡ് വേദിയിൽ പങ്കുവച്ചപ്പോഴായിരുന്നു താരത്തിന്റെ പ്രതികരണം. ജിലുമോളെ താൻ മുൻപ് കണ്ടിട്ടുണ്ടെന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുമായിരുന്നു നർമ്മം നിറഞ്ഞ രൂപത്തിൽ മമ്മൂട്ടി മറുപടി നൽകിയത്. ഇരു കൈകളുമില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് നേടി ജിലുമോൾ മേരി തോമസ് കൈരളി ചെയർമാൻ മമ്മൂട്ടിയുടെ പ്രത്യേക പുരസ്കാരമാണ് ഏറ്റുവാങ്ങിയത്. ജിലുമോളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു എന്നെ മമ്മൂക്ക കണ്ടിട്ട് പോലും ഉണ്ടാകില്ല എന്ന്. പക്ഷേ എനിക്കുറപ്പാണ് മമ്മൂക്ക വളരെ അപ്ഡേറ്റഡ് ആണ്, ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ആളാണെന്ന് എനിക്കറിയാമെന്നായിരുന്നു അവാർഡ് ജേതാവ് ജിലുമോൾ പറഞ്ഞത്. ഇതിനായിരുന്നു കൈരളി ടിവിയുടെ ചെയർമാൻ കൂടിയായ മമ്മൂട്ടി തമാശ രൂപേണ മറുപടി നൽകിയത്. ഞാൻ കാണാഞ്ഞിട്ടൊന്നുമല്ല, ടിവിയിൽ ഒരാൾക്ക് കേക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ കാണാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ ജിലുമോളെ. വലിയ വലിയ അത്ഭുതങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്. ആകാശം മുട്ടയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എന്തും സാധിക്കാം. അതിന്റെ ഉദാഹരണമാണ് ഞാനൊക്കെ ആഗ്രഹം കൊണ്ടാണ് വന്നതെന്നാണ് മമ്മൂട്ടി നൽകിയ മറുപടി. കൈകളില്ല എങ്കിലും കാലുകൾ ഉപയോഗിച്ചാണ് ജിലുമോൾ ഡ്രൈവിംഗ് പഠിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജിലുമോൾക്ക് ലൈസൻസ് കൈമാറിയത്. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനായിരുന്നു ജിലുമോൾക്ക് വണ്ടി ഓടിക്കാനുള്ള നിയമപരവും സാങ്കേതികവുമായ എല്ലാ തടസ്സങ്ങളും മാറ്റി ലൈസൻസ് ലഭിക്കുന്നതിലേക്ക് ഇടപെട്ട് പ്രവർത്തിച്ചതെന്ന് അന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നു. തൊടുപുഴ കരിമണ്ണൂർ നെല്ലേനിക്കാട്ട് പരേതനായ NV തോമസ് അന്നക്കുട്ടി ദമ്പതികളുടെ മകളാണ് ഇടുക്കി സ്വദേശിനിയായ ജിലുമോൾക്ക് 4.5 വയസ്സുള്ളപ്പോഴാണ് അമ്മ ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചത്. 6 വർഷത്തെ കഠിന പരിശ്രമത്തിലൂടെയാണ് ജിലുമോൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ലൈസൻസിനായി അപേക്ഷിച്ചപ്പോൾ നിയമപരമായ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നു. ഇതിനു പിന്നാലെ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവും നേടി. കാറിൽ രൂപമാറ്റം വരുത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശവും ജിലുമോൾക്ക് ലഭിച്ചു. രൂപമാറ്റം വരുത്തിയ കാറിൽ കാലുകൾ ഉപയോഗിച്ച് വാഹനം നിയന്ത്രിക്കാൻ പഠിച്ചെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ പ്രശ്നമായി മാറി. തുടർന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷൻ ഇടപെട്ടാണ് ജിലുമോളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. മാരുതി കാറിൽ കാലുകൾ മാത്രം ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാൻ കഴിയും വിധം ആവശ്യമായ വോയിസ് കൺട്രോൾ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. ജിലുമോളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനാവശ്യമായ വോയിസ് കമാൻഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർ പരിഷ്കരിച്ച് നൽകിയത് കളമശ്ശേരിയിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പാണ്. മേക്കർ വില്ലേജിൽ പ്രവർത്തിക്കുന്ന VI ഇന്നോവേഷൻ ലിമിറ്റഡിന്റെ ആദ്യ പ്രോഡക്റ്റാണ് ജിലുമോളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു കൊടുത്തത്. ലക്ഷറി വാഹനങ്ങളിൽ മാത്രമുള്ള വോയിസ് കമാൻഡുകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി നൽകിയ കമ്പനിക്ക് ഇൻക്യുബേഷൻ സൗകര്യവും മേക്കർ വില്ലേജിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകളാണ് IT ഇതര മേഖലയിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.